ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഇത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. ആസ് യൂഷ്വൽ എൻ്റെ ലൈഫിൽ എപ്പോഴും കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്. അശ്വിൻ ഗണേഷ് എനിക്ക് ഒരു കൂട്ടം റോസാപ്പൂ ഗിഫ്റ്റ് തന്നായിരുന്നു. പക്ഷെ ഞാൻ അതിനെ റിജക്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയോ? ബിക്കോസ് നമുക്ക് ഈ റോസ് കൊണ്ട് ഇത് വെറുതെ എൻ്റെ കിട്ടിയ എൻ്റെ കയ്യിൽ ഇരുന്നിരുന്ന് ഉണങ്ങി പോകും. അതിനേക്കാൾ നമുക്ക് ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ, എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഐ ആസ്റ്റസ് മദർ. അപ്പോൾ എന്ത് പറഞ്ഞു, എന്തുണ്ടാക്കാൻ പറ്റും? റോസ് സർബത്ത് അല്ലെങ്കിൽ മൊഹബത്ത് കാ സർബത്ത്. അതെ, ഓക്കെ. ബേസിക്കലി റോസ് മിൽക്ക് ഞാൻ കുടിക്കുന്നത് ബിക്കോസ് മിൽക്ക് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ആ റോസ് ഫ്ലേവർ ഇഷ്ടമാണ്, ദി എസെൻസ് ഓഫ് റോസ്. അതുകൊണ്ട് ഞാൻ ഒരു റൂഫ്സ ബ്രാൻഡിൻ്റെയൊക്കെ നമ്മുടെ കറക്റ്റ് സർബത്ത് കുടിയാണ്. അതായത് ഈ എസെൻസ് ഒഴിച്ചിട്ട് അതിനകത്ത് നാരങ്ങ പിഴിഞ്ഞ് വെച്ച് വെള്ളം ഒഴിക്കുന്നത്. പക്ഷെ നമുക്കത് അഫ്കോഴ്സ് ആർട്ടിഫിഷ്യൽ എസെൻസ് ആണ് കടയിൽ മേടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇന്നെന്ത് വിചാരിച്ചു, ഇവിടെ നന്നാരി സിറപ്പും ഗ്രേപ്പ് സ്കോച്ചും ഒക്കെ ഉണ്ടാക്കി ഒരു ഫേമസ് ഷെഫ് അകത്തിരിപ്പുണ്ട്. അപ്പോൾ ആ ഷെഫിനെ കൊണ്ട് തന്നെ ഇത് വെച്ചുള്ള റോസ് കൊണ്ടുള്ള ഗുലാബിൻ്റെ സർബത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ നമുക്ക് റമദാനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ട്രീറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഐ എം സോ സോറി ദാറ്റ് ഐ റിജക്റ്റഡ് യുവർ ഗിഫ്റ്റ്, ബട്ട് ദെൻ വിൽ ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് എൻ്റെ അമ്മയെ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് സെറ്റാക്കിയാലോ? അപ്പം നമുക്ക് ഗുലാബ് സർബത്ത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഓക്കെ, സോ നമ്മൾ കാരമലൈസ്ഡ് ഷുഗർ ആണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യമേ നമ്മൾ ആക്കി വെക്കും സൈഡിൽ, എന്നിട്ടായിരിക്കും ആ സിറപ്പ് അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആവാറായി. ഈ നാടൻ റോസാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഉള്ളത് പറയണോ, ഈ മൊത്തം ഹോളിൽ ഈ റോസിൻ്റെ മണം അടിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അരിക്കൊണ്ടാട്ടം വറുക്കുന്നതിന് മുന്നേ ഉള്ള പരുവത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്. ഈ നാടൻ റോസാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഫോർ മാക്സിമം സ്മെൽ ആൻഡ് എസൻസ്. നമുക്ക് റോസ് പിച്ചി എടുക്കാം. ഇത് മൊത്തം പിച്ചി കഴിഞ്ഞിട്ട് കഴുകും അല്ലേ? കഴുകിയെടുക്കാം. ഇത് നല്ല എളുപ്പപ്പണി ആയതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ പാടുള്ള പണിയായിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്നങ്ങ് വീഡിയോ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ പോയി ഇരുന്നേനെ. പക്ഷെ ഭയങ്കര എളുപ്പപ്പണി ആയതുകൊണ്ട് ഓണം ടൈം ആകുമ്പോഴും ഇതേപോലത്തെ റോസും പിന്നെ എളുപ്പമുള്ള പൂവൊക്കെ പിച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ ചെല്ലാറുണ്ട്. അതുകൊണ്ട് ഉള്ളി അരിയുമ്പോൾ ആണ് പ്രശ്നം കേട്ടോ. അത് എനിക്ക് ഉള്ളിയോടുള്ള ദേഷ്യമൊന്നുമല്ല, എനിക്ക് കണ്ണ് നിറഞ്ഞ് എനിക്ക് എൻ്റെ മൂഡ് മൊത്തം കംപ്ലീറ്റ് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കാത്തത്. ഇതിന് നിങ്ങൾ ആ പരസ്യത്തിലൊക്കെ കാണുന്ന പോലത്തെ റോസ് മേടിക്കരുത്. കാരണം അതിനകത്ത് സത്യം പറഞ്ഞാൽ ബ്യൂട്ടി മാത്രമേ ഉള്ളൂ, മണമൊന്നുമില്ല. ഈ ഒരു നാടൻ ഈ ഒരു നമ്മുടെ ലോക്കൽ റോസിനകത്താണ് ഈ ഒരു സ്മെല്ലും അതിൻ്റെ എസൻസും ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ ടു ബി വെരി ഓണസ്റ്റ്, ഇത് എന്താ പറയുക, ഇങ്ങനത്തെയൊക്കെ സർബത്ത് ഐറ്റംസ് മറ്റേ നമ്മുടെ നോർമൽ റോസ് ഉണ്ടല്ലോ, കാരണം അതിൻ്റെ പടമാണല്ലോ ഈ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഐ റിയലൈസ് ദാറ്റ് ഇതിനകത്താണ് അതിൻ്റെ കൂടുതൽ സ്മെല്ലും എസൻസും ഒക്കെ ഉള്ളത്. ഈ നമ്മുടെ നാടൻ റോസ്, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഗുൽഗന്ധൊക്കെ ഉണ്ടാക്കും. എന്താണ് ഗുൽഗന്ധ്? ഓ, അതിൻ്റെ ഒരു സ്വീറ്റ് ഐറ്റം അല്ലേ? ഞാൻ കഴിക്കത്തില്ല, അതുകൊണ്ടാണ് എനിക്കത് അറിഞ്ഞുകൂടാത്തത്. കൂടെ നല്ല കൽക്കണ്ടം മാത്രമായി കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. കൽക്കണ്ടം ഇതുമായിട്ട് ഹാർട്ടിന് വളരെ നല്ലതാണ്. ഹാർട്ടിന് ഗുൽഗന്ധ് അത്ര നല്ലത്. ഗുൽഗന്ധ് ഞങ്ങൾ പണ്ടൊക്കെ അതൊക്കെ പിച്ച് ചുമ്മാ തിന്നുമായിരുന്നു. തിന്നാവുന്നില്ലെങ്കിൽ ഇതേ പിടിച്ചത്. അതൊക്കെ നല്ല സാധനമായിരുന്നു. നല്ലപോലെ കഴിവാണ്. ഇതിപ്പോ ഈ ഇത്ര എസൻസ് വെച്ച് നമുക്ക് ഒരു 2 ബോട്ടിൽ ഉണ്ടാക്കാം. ഒരു ബോട്ടിലാണ് കഴിക്കുന്നത്. ഇത് ഒരു ബോട്ടിലുള്ളത് ആവുന്നുള്ളൂ അല്ലേ? ഓക്കെ. കുറേ ഇട്ടാലേ അത് നല്ല. ഇതിന് ഓർഡർ വരുന്ന അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റോക്ക് അല്ല. ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ബോട്ടിൽസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ടൈം ഉണ്ട്. ഒരു 7 ഡേയ്സോളം ഡിസ്പാച്ചിന് ടൈം എടുക്കും. സോ ഈ വീഡിയോ കണ്ടിട്ട് വേണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം ഇതിൻ്റെ സർബത്ത്. എന്തായാലും നമുക്കിത് ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കി ഫൈനൽ എഫക്റ്റ് കഴിഞ്ഞിട്ടല്ലേ എല്ലാവർക്കും ഓർഡർ ചെയ്യണം വേണ്ടെന്ന് അറിയാൻ പറ്റും. നമുക്ക് ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഒരു ഇടയ്ക്ക് കഴിയട്ടെ. അശ്വിൻ വാ, നല്ല എളുപ്പപ്പണിയാണ്. വേണമെങ്കിൽ ചെയ്തു. എനിക്ക് റോസ് പിച്ച ഇഷ്ടമല്ലേ? വാ, എന്തായാലും തൻ്റെ ഗിഫ്റ്റ് ഞാൻ റൂം ചെയ്തു. വാ, അശ്വിൻ ഗണേഷ് അവിടെ കുളിച്ചിട്ടൊക്കെ നിൽക്കുന്നു. താൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ ഇവിടെ തണ്ട് മാത്രമേ കാണത്തുള്ളൂ റോസിൻ്റെ. അതിനാല് പതുക്കെ ചേർക്കണം.
കണ്ണൂരിലേക്ക് ഇതും കൂടെ അതിനകത്ത് ഇടണം കേട്ടോ. അരിക്കൊണ്ടാട്ടം. അരിക്കൊണ്ടായി പകുതി ഉണങ്ങിയത് ഉണങ്ങാം. നല്ലപോലെ കഴുകിയെടുക്കാം. അതെ, കഴുകി അരിപ്പിള വാരി ഓക്കെ. പിന്നെ കഴുകി വാരി എടുക്കണം. ലെറ്റ്സ് വാഷ് ഇറ്റ്. കുറച്ച് സമയമെടുത്ത് നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കാം. ഈ വെള്ളം ഇട്ട് ഇതിനകത്ത് വയ്ക്കാം. കളറിന് വേണ്ടി ആർട്ടിഫിഷ്യൽ കളറിങ്ങോ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ബീട്രൂട്ടിൻ്റെ എസെൻസ് അതാണ് ഇതിന് കളറിന് വേണ്ടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പക്ക ഒരു ബ്ലഡ് റെഡ് പോലത്തെ കളർ കിട്ടും. ഈ ഒരു ഷുഗർ സിറപ്പിലോട്ടാണ് ഈ ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഷുഗർ സിറപ്പിൽ തന്നെ ആ ഒരു കളറ് കുറച്ച് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലഡ് റെഡ് കളറിലോട്ട് വരും. അതാണ്. പക്ഷെ സാധാരണ നമ്മൾ ഈ കടയിലൊക്കെ മേടിക്കുന്നതിനകത്ത് അവർ ആർട്ടിഫിഷ്യൽ ഫ്ലേവറിങ്ങും കളറൊക്കെ ആഡ് ചെയ്യും. ഇത് നമ്മൾ അതുപോലെ ആഡ് ചെയ്യുന്നില്ല. പ്യുവർ ഓർഗാനിക് ആയിട്ടാണ് ചെയ്തത്. ഇതിനകത്ത് നമ്മൾ ബീട്രൂട്ട് ഇട്ടാണ് അതിൻ്റെ കളർ വരുന്നത്. ഇപ്പോൾ തന്നെ സ്ലോലി ഇതാ കിഡിലായിട്ട് അതിൻ്റെ കളർ മാറി തുടങ്ങി. നമ്മുടെ ഫ്രഷ്ലി വാഷ്ഡ് റോസ് പെറ്റൽസ്. ഫ്രഷ്ലി ഷവേർഡ് അശ്വിൻ ഗണേഷ്. ബ്യൂട്ടിഫുൾ കളർ ഇസ് കമ്മിങ്. പെറ്റൽസ് ഇട്ടുന്ന അപ്പൊ അതിന്റെ എസൻസ് കിട്ടും. ഇത്ര മതിയല്ലേ ബീട്രൂട്ട്? അപ്പൊ ബീട്രൂട്ട് ഇടുമ്പോ ബീട്രൂട്ടിന്റെ ആ ചോറ് വരത്തില്ല, ഉറപ്പാണോ? രണ്ടുപേരും ഒന്ന് ഇവിടെ നോക്കി ചിരിച്ചു. ഞാൻ ഒരു ഫോട്ടോ എടുത്തോണ്ട്. നീ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞു ഇത് അരിക്കൊണ്ടാട്ടം വറുത്തതിന് മുന്നേ ഉള്ള സാധനമാണ്. എനിക്ക് വറുത്ത് കഴിയുന്നേക്കാൾ ഇതാണ് കഴിക്കാൻ പകുതി കഴിക്കും. അതെ. ഓ ഇത് കളർ നോക്ക്. കളർ എത്രയും അതിൽ ഇറങ്ങട്ടെ. ഈ ബീട്രൂട്ടിന് കുറച്ചുകൂടെ ബീട്രൂട്ട് കൊടുക്കും. വേണമെങ്കിൽ കുറച്ചുകൂടെ ബീട്രൂട്ട് ഇടാം. അപ്പൊ നല്ല കളർ കയറും. അതില് ഷുഗറും വെള്ളവും ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഷുഗറും വെള്ളവും കൂടെ ഉള്ള ഈ ബീട്രൂട്ടിന്റെ ഷുഗർ വെള്ളം ബീട്രൂട്ടിന്റെ അകത്തേക്കുന്നു. കുറച്ചുകൂടെ വേണമെങ്കിൽ ബീട്രൂട്ട് ആഡ് ചെയ്യാം. നമ്മുടെ വാഷ് ചെയ്തെടുത്ത റോസ് പെറ്റൽ വെള്ളം തിളച്ചിട്ടാണ് ഇത് ഇടുന്നത്. അശ്വിൻ തന്റെ ഗിഫ്റ്റ് അതിനകത്ത് പോകുന്നതിൽ വിഷമമുണ്ടോ? ഐ എം റിയലി സോറി. കുഴപ്പമില്ല, ഈ ചൂടത്ത് എല്ലാവർക്കും ദാഹം തീരുമല്ലോ കുടിക്കുമ്പോൾ, അത് മതി എനിക്ക്. ഓക്കേ. വാവ്. ഓ കിടിലമാണോ എൻ്റെ. റെഡ്. ഓ അതിന്റെ കളർ മാറി. ഇച്ചിരി ഇങ്ങോട്ട് വെച്ചോ. ഇച്ചിരി ആക്കിയപ്പോ ഇച്ചിരി അങ്ങോട്ട് നീങ്ങിപ്പോയി പാത്രം. നമ്മുടെ നറുനണ്ടിയുടെ എസൻസ് ഒഴിക്കുന്ന പോലെ ഇത് റോസ് എസൻസ് ആ വാട്ടർ ആൻഡ് ഷുഗർ ആൻഡ് ബീട്രൂട്ട് എസൻസിലോട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്തു. കളറും അത് കിട്ടില്ല മണം റോസിന്റെ. ബ്യൂട്ടിഫുൾ. ഗുലാബ് ഫേസ് പാക്ക്. എത്ര കളർ വേണ്ട? നമ്മൾ കുറച്ചും കൂടെ ബീട്രൂട്ട് പീസസ് കട്ട് ചെയ്ത് ആഡ് ചെയ്തു. ബിക്കോസ് വി തോട്ട് വി നീഡഡ് മോർ കളർ ഫോർ ദ
സർബത്ത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബീട്രൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് കൂൾ ഡൗൺ ആകുമ്പോൾ കളർ കറക്റ്റായിട്ട് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കൂൾ ഡൗൺ ഒക്കെ ആയതിന് ശേഷം കാണാം അല്ലേ? അപ്പോൾ നേരത്തെ കാട്ടി കുറച്ചുകൂടെ കളർ വന്നു അല്ലേ അശ്വിൻ? ഒന്ന് കൂളായിട്ട് ഇതിന്റെ കറക്റ്റ് കളർ അറിയാൻ പറ്റും അല്ലേ? ഇത് കൊതിക്കുന്നത് നമ്മുടെ ഈ കുറച്ച് കട്ടി വരുമല്ലേ, നേരത്തെ നടന്നെങ്കിലും ഗ്രേപ്പ് ആകുമ്പോൾ ഇപ്പം ഇച്ചിരി ലിക്വിഡ് ആയിട്ടിരിക്കണം. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു കാരമലൈസ്ഡ് പരുവത്തിലോട്ട് ആവും അല്ലേ? അപ്പോൾ ഇത് കണ്ട, ഇത് ഇരുന്ന് ഭയങ്കര ഇതാണ്. ബീട്രൂട്ട് ഭയങ്കര നല്ലതാണ്, കംപ്ലീറ്റ്ലി ഓർഗാനിക് അല്ലേ? ഹീമോഗ്ലോബിൻ കൗണ്ട് കൂടും. ഈ കാരണം തെറ്റാണോ ഞാൻ ഇളക്കട്ടെ. എനിക്ക് പെട്ടെന്ന് വൈബായി. അശ്വ ചെയ്യുന്നത് സ്ട്രെസ്സായി. ഞാൻ വേണേൽ താമ്പ് വീഡിയോ എടുത്തിട്ട് ഞാൻ കുറച്ച് നേരം കലക്കട്ടെ. കൊള്ളാം. The smell is awesome. ഇതെപ്പായി തീരും? മതിയായോ? നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. എന്തിനാണ് ഇടുന്നത്? കട്ട പിടിക്കാതിരിക്കാൻ. സിട്രിക് ആസിഡ് ഒരുപാട് ഇടരുത്, പാലിലൊഴിച്ച് കുടിക്കണമുണ്ടോ? ഒരു ഇച്ചിരി ഒഴിച്ചു. എനിക്ക് പിന്നെ അത് കുഴപ്പമില്ല. ഞാൻ പാലൊഴിച്ച് കുടിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. റുവാഫ്സ ഇത് രണ്ട് രീതിയിൽ നമുക്ക് കുടിക്കാം. ഒരെണ്ണം ഞാൻ കുടിക്കുന്ന രീതിയിൽ, ഒരെണ്ണം സാധാരണ മനുഷ്യന്മാർ കുടിക്കുന്ന രീതിയിൽ. നമ്മുടെ രണ്ട് റെസിപ്പി ഇതിനകത്ത് കാണിക്കും. അതാണ് ഈ വീഡിയോക്കകത്തുള്ള ബോണസ്. യു വിൽ ഗെറ്റ് 2 recipes. മുഹമ്മദ് കാ ഷർബത്ത്, എന്നിട്ട് ഒന്ന് റോസ് മിൽക്ക്. അത് എല്ലാവരും കേട്ടതാണ്. മുഹമ്മദ് കാ സർബത്തിനകത്താണോ ഈ തണ്ണിമത്തനൊക്കെ ഇടുന്നത്? ഓക്കെ, ഐ എം നോട്ട് അറ്റ് ഓൾ എ ഫാൻ ഓഫ് ദാറ്റ്. എനിക്ക് നമ്മുടെ മെയിൻ സാധനമാണ് ഇഷ്ടം. എനിക്ക് ഇഷ്ടമുള്ള രീതി പറ. ഓക്കെ, അപ്പൊ എസൻസ് ഒഴിച്ചിട്ട് എന്താ എസൻസ് ഒഴിച്ചിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിക്കുക. ഇതിനെ മിക്സ് ചെയ്യുക. എന്നിട്ട് അവസാനം കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുക. അടിപൊളിയാണ്. അതാണ് എനിക്ക് ഇഷ്ടമല്ല ഒരുവിധം. പിന്നെ അല്ലാതെ റോസ് മിൽക്ക് കുറച്ച് എസൻസ് ഇട്ടിട്ട് പാൽ ഒഴിക്കുക. റോസ് മിൽക്ക്. പിന്നെ മുഹമ്മദ് കാ ഷർബത്ത്. ഇപ്പത്തെ മുഹമ്മദ് അല്ല, മുഹബത്ത്. കാ ഷർബത്ത്. മുഹബത്തിന്റെ അർത്ഥം പറ. ലവ്. യാ, മുഹബത്ത് കാ സർബത്ത്. അപ്പൊ അങ്ങനെ 3 വിധത്തിൽ ഞങ്ങൾ കുടിക്കാം. അപ്പൊ ഇന്ന് 3 റെസിപ്പി കാണിക്കുന്നുണ്ടോ? 3 റെസിപ്പിയും കാണിക്കാം. 3 റെസിപ്പി ഇങ്ങനെ ബേസിക്കലി ആ റോസ് മിൽക്കിനകത്ത് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യുന്നതാണ് മുഹമ്മദ് കാ സർബത്ത് അല്ലേ? തണ്ണിമത്തനോ? പിന്നെ കുറച്ച് ജെല്ലി അതൊക്കെ യൂസ് ചെയ്യും. വിച്ച് തനിക്കത് ഇഷ്ടമല്ലല്ലോ. ഞാൻ കുടിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് നല്ല സിറപ്പ് രീതിയിൽ ആയിട്ടുണ്ട്. 5 മിനിറ്റ്. അപ്പൊ ഇതിന്റെ ഈ ഗുലാബ് സർബത്ത് ആണെങ്കിൽ ഒരു ബോട്ടിൽ എത്രയാ? 200. സെയിം. ഓക്കെ, ഇപ്പൊ നമ്മളെ ഈ കഴിഞ്ഞ ഒരു 1 മന്തില് നറുനണ്ടിയും ഗ്രേപ്പ് സ്ക്വാഷും ഒക്കെ എത്ര ബോട്ടിൽസോളം പോയി? 1000 ബോട്ടിലോളം. ഓ വാവ്, എല്ലാരും അടിപൊളി ഫീഡ്ബാക്ക് ആണല്ലേ. അതിപ്പോഴും സ്റ്റോക്ക് ഉണ്ടല്ലോ, ഇനി ഓർഡർ ചെയ്താലും ഉണ്ടല്ലോ. ഓക്കെ, ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് കുടിച്ച് ഇഷ്ടപ്പെട്ടവര് പിന്നെ വന്നിട്ട് അവർ 5-6 മേടിക്കും അല്ലേ? ശരി, ഒന്ന് സാമ്പിൾ അടിച്ച് നോക്കുന്നത് അല്ലേ? ഇതിന്റെ തന്നെ ഒന്ന് സാമ്പിൾ എടുത്ത് നോക്കാൻ പറയാം അല്ലേ? ഇത് ഓർഡർ കിട്ടിയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കി തുടങ്ങുന്നത് തന്നെ അല്ലേ? കാരണം അതിന്റെ ഫ്രഷ്നെസ് ഇപ്പോൾ ലൂസ് ആവും അല്ലേ? കാരണം ഇത് 100% ഓർഗാനിക് ആയിട്ട് ചെയ്യുന്ന, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ഇടാത്തത് കൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് എന്തുകൊണ്ടും ബെസ്റ്റ് അല്ലേ? വ്യത്യാസമില്ല. മാക്സിമം ഇപ്പം ഹൗസ് സ്മോൾ സ്കെയിൽ ബിസിനസ് അല്ലേ, അതുകൊണ്ട് വലിയ പാത്രത്തിലേക്ക് വെച്ച് കുറെ ഉണ്ടാക്കി വെക്കാം. പക്ഷെ അന്ന് തന്നെ നമുക്ക് ആക്ച്വലി ഷിപ്പ് ചെയ്യണം. ഓ, കിട്ടില്ല കളറായല്ലോ. ഇപ്പൊ ഒരു പേർപ്പിൾ ഷെയ്ഡിലോട്ടായി.
ഒരു കളറും ചേർത്തില്ല. ഓ ചോലമില്ലെങ്കിലും കണ്ട ഇവിടെ വരെ റോസിന്റെ സ്മെല്ല് അടിക്കുന്നുണ്ട് കേട്ടോ. ഓസം എന്തൊക്കെ ഇതിനും കൂടുതൽ കളർ വേണം. ഓ അല്ല ഇതല്ല ധാരാളം കിട്ടില്ല കളർ. നാച്ചുറൽ ഐ കാൻ വെയിറ്റ് ടു ഡ്രിങ്ക് ഇറ്റ്. ലുക്ക് അറ്റ് ദ കളർ. ഇറ്റ്സ് ലൈക്ക് ബ്ലഡ് റെഡ്. നല്ലതുമാണ്. അപ്പൊ നല്ലതും ചേരും. ഏത് ബീറ്റ്റൂട്ട് കണ്ടന്റ് ഉള്ളതുകൊണ്ട് ബീറ്റ്റൂട്ട് എസൻസ് ഗുഡ്. സിട്രിക് ആസിഡ് ലെമൺ. എനിക്ക് ജ്യൂസ് വേണം. എനിക്ക് എത്രയും പെട്ടെന്ന് ജ്യൂസ് ഉണ്ട്. തണുത്തിട്ട് വേണം ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ. ഐ വാണ്ട് ഇറ്റ് സോ ബാഡ്. വി ഹാവ് ടു ലെറ്റ് ഇറ്റ് കൂൾ ഡൗൺ. ഓക്കേ ഇത്ര കട്ടിയായിട്ട് കട്ടി തിക്നെസ് ഇതാണ്. ഏതായാലും കുറച്ച് തണുത്തിട്ടിരിക്കും കേട്ടോ. ഈ ഇത്രയും പോർഷൻ തണുത്തിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അല്ല അത് ഒരു റുഹാബ്സയ്ക്ക് മാത്രമേ ആവത്തുള്ളൂ. ഇത് റൂഫ്സയ്ക്ക് മാത്രമേ ആവത്തുള്ളൂ അല്ലേ? അപ്പൊ കുറച്ചുകൂടെ മാറ്റി കുറച്ചും കൂടെ എടുക്കും. ആ ശരി, ഇതെന്റെ റൂഫ്സയ്ക്ക് മാത്രമേ തികയത്തുള്ളൂ അല്ലേ? ഇൻ കേസ് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. അശ്വിന് പാലൊഴിച്ച് തന്നെ വേണോ? അല്ല മുഹമ്മദ് മുഹമ്മദ് അല്ല മുഹമ്മദ്. മുഹമ്മദ് ആര്? മുഹമ്മദ്. തിക്നെസ്സും കൂടി വരും, കളറും കൂടി വരും അല്ലേ? അപ്പൊ നമ്മളിത് കൂളാവാൻ വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് എന്റെ കുറച്ച് പോർഷൻ നമ്മൾ എടുത്തിട്ടുള്ളത് എനിക്ക് അശ്വിനും ജ്യൂസ് ഉണ്ടാക്കാൻ. ജസ്റ്റ് ലുക്ക് അറ്റ് ദ കളർ. വാവ്, തണുത്തുകൊണ്ടിരിക്കുന്നതോറും എന്റെ കളർ കൂടിക്കൊണ്ടിരിക്കുന്നല്ലേ? കട്ടി തിക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മൾ ആ ലൈമിന്റെ എസൻസ് ഇച്ചിരി ആഡ് ചെയ്യുന്നത് അല്ലേ? സിട്രിക് ആസിഡും യൂസ് ചെയ്തില്ല, അവിടെ ഓർഗാനിക് ആയിട്ട്. പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീമോഗ്ലോബിൻ ബിക്കോസ് ഓഫ് ദ ബീറ്റ്റൂട്ട്. അതെ, ഞാൻ ഇതിപ്പോ ഒരു ക്വാണ്ടിറ്റി, പക്ഷെ ഇതിനെ നാട്ടി നമ്മളിപ്പോ ഒരു 50 ബോട്ടിലൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കാണാൻ നല്ല രസമായിരിക്കുമല്ലോ. അത്ര കാരണം ഇത് ഒരു ബോട്ടിലിനാണ് നമ്മൾ അത്രയും റോസ് യൂസ് ചെയ്തത്. കിലോ കണക്കിന് റോസ് മേടിക്കേണ്ടി വരും. അത് ഉണ്ടാക്കുന്ന എനിക്കൊന്ന് കാണണോടോ. അപ്പൊ ഇതിന്റെ ബൾക്ക് ഓർഡർ എന്തായാലും വരും. ബൾക്ക് ഓർഡർ വരുമ്പോൾ ഞാൻ അതിന്റെ സ്റ്റോറി ഒക്കെ ഇടാം, വീഡിയോ സ്റ്റോറി ഷോർട്സ് ആയിട്ടൊക്കെ ഇടാം അല്ലേ? ഉണ്ടാക്കാം അല്ലേ? ഇവിടെ അത്തപ്പൂ ഇടുന്നൊരു പരിവായിരിക്കും അല്ലേ മൊത്തത്തില്? അവിടെ തണ്ണിമത്തനൊക്കെ വെട്ടി വെക്കുന്നുണ്ട് മൊഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കാൻ. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് ആറിക്കോട്ടെ. ആറിട്ട് നമുക്ക് ബിക്കോസ് ചൂടോടെ ഇട്ടാൽ ശരിയാവത്തില്ല, പാല് ചിലപ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട്. ആറിട്ടെ നമ്മൾ ആറിട്ടെ കുപ്പിയിലാകത്തുള്ളൂ കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ അത് പേടിക്കണ്ട. ഒരു പൊടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അശ്വിൻ. അടിപൊളിയല്ലേ? ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ബാക്കി എല്ലാവരും നിങ്ങൾ ഗ്രേപ്പ് ജ്യൂസ് പറഞ്ഞാൽ എല്ലാം കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് ഇത് നമ്മൾ കുടിക്കുന്ന കഴിഞ്ഞ ദിവസം കൂടെ എനിക്ക് അച്ഛൻ ഉണ്ടാക്കി തന്നു. ഇത് മൈ ഓൾ ടൈം ഫേവറേറ്റ് ഗ്രേപ്പ് സ്ക്വാഷ്. ഉള്ളിത്തൊക്ക്. ഓ, ഇതിന്റെ വീഡിയോ ഒന്ന് കാണണോ? എത്ര പേര് ചോദിച്ചു ഉള്ളിത്തൊക്കിന്റെ വീഡിയോ കാണിക്കാൻ. ഇത് തൽക്കാലം വേണ്ട, കാരണം ഇതിന്റെ തന്നെ ഓർഡർ ഇവിടെ ഉണ്ടാക്കാൻ ടൈം എടുക്കും. കണ്ണിമാങ്ങ അച്ചാറ്, അരിക്കൊണ്ടാട്ടം, മറ്റേ മരിച്ചീനി പപ്പടം. ഇതിപ്പോ ഐ കാന്റ് വെയിറ്റ് ടു ഡ്രിങ്ക് ഇറ്റ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദ കളർ. ഗോഡ്, ഈ വ്ലോഗ് ലൈവ് ആവുന്ന ദിവസം നമ്മൾ റോസ് മിൽക്കിന്റെ സാധനം കൊണ്ട് നമ്മൾ ആ ടേബിളിൽ ഇടും. അതിന്റെ നമ്പർ ഇതാ താഴെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൊടുത്തിരിക്കും. പിന്നെ നമുക്ക് ഇനി അടുത്ത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞുതരാം. 3 അടിപൊളി റെസിപ്പീസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ധാരാളം കാണാം. ഒരു 10 minutes. ബൈ. ഇവിടെ ഓണിയൻ തൊക്ക് കിടിലോ എന്നൊരാൾ വിളിച്ച് പറയാ. അത് നല്ലപോലെ പ്യൂർ നല്ലെണ്ണയാണ് ഇട്ട് വരട്ടി എടുക്കുന്നത്. നല്ലെണ്ണയാ. പിന്നെ കൊച്ചു കൊച്ചുമായി നറുക്കണം, കുടിപ്പൊടിയായിട്ട് കുറുകുറാ നറുക്കണം. നറുക്കിയിട്ട് നല്ലപോലെ നല്ല വരട്ടിയിട്ട് പിന്നെ പുളി നല്ല കെട്ടി പിഴിഞ്ഞ് വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ 2-3 പുളിയുണ്ട്. പുളിയിട്ട് നല്ലപോലെ അതും കൂടെ കുറച്ചുകൂടെ വെച്ചിട്ട് അതിന്റെ റെസിപ്പി വീഡിയോ സൂൺ വരുന്നുണ്ടെന്ന് പറ. അതിന്റെ റെസിപ്പി താമസിക്കാതെ വരുന്നുണ്ട്. ഇത് തന്നെ ഓർഡർ കൊണ്ട് ഒരുപാട് ഓർഡർ ഉണ്ട്. റെസിപ്പിയും കൂടെ ഇട്ടാൽ പിന്നെ ദിവസം 40-25 ബോട്ടിലെങ്കിലും മിനിമം ഉണ്ടാക്കണം. ചപ്പാത്തിക്കൊക്കെ അടിപൊളിയായിരുന്നു.
ഇല്ല, നമ്മൾ ട്രാവൽ പോകുമ്പോഴേ പെട്ടെന്ന് ചപ്പാത്തി മാത്രം എടുത്തിട്ട് ഇത് ഒരു ചെറിയ ഒരു പാത്രം വെച്ചാലേ ബ്രെഡ് പോലെ കുറച്ച് ഇതിന് അടിപൊളിയായിരിക്കും. ഇത് ദോശയ്ക്ക് നന്നായിരിക്കും. അത് നല്ലെണ്ണയുടെ സ്മെല്ലാണ്, തമിഴ്നാട്ടിൻ്റെ സ്മെല്ലല്ല. ആരോ വിളിച്ചേട്ടാ കറക്റ്റ് ടൈം പുള്ളിക്കൊക്കിനെ പറ്റി പറഞ്ഞപ്പോ അല്ല, നല്ലെണ്ണ പൊതുവാக നല്ലതാണ്. എള്ളിൻ്റെ എണ്ണ, എള്ളിയിലേന്ന് എടുക്കുന്നതല്ലേ, അതിൽ வந்து കൂടുതൽ അയൺ കണ്ടന്റ് ഉണ്ട്. പൊതുവാக ഞങ്ങൾ എല്ലാത്തിനും ദോശയ്ക്ക് എല്ലാത്തിനും ഇഡ്ഡലി മുളകട്ടിക്കൊക്കെ നല്ലെണ്ണയാണ് ഞങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മൾ ഒരു മാവ് വാങ്ങിച്ചോണ്ട് വരിക, ദോശ ഒഴിക്കുക. ഞാൻ അതാണ് കഴിച്ച രാത്രി. ഇവ കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. എന്നാലും ബാംഗ്ലൂരിലൊക്കെ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ? അപ്പോൾ ഇത് നല്ല തണുപ്പാണ്, ബ്ലഡ് പ്യൂരിഫയർ ആണ്. എന്നാലിയൊക്കെ ഒരു കളറോ ഒന്നുമില്ല, എസൻസോ കളറോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. മധുരം അതിൽ ആ എക്സ്ട്രാക്ട് ഷുഗർ സിറപ്പ് കുറച്ചാണ്, ഷുഗർ സിറപ്പ് ആഡ് ചെയ്യും. എന്നാൽ ആ എക്സ്ട്രാക്ട് എടുത്തിട്ട് അതിൽ കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്താൽ, ഇല്ലെങ്കിൽ നിങ്ങൾ മേൽക്കൊണ്ട് ഒരു മധുരമല്ല, ഇങ്ങനെ ഒന്നാം മധുരം വേണം, ഇല്ലെങ്കിൽ ഉപ്പ് വേണം, മനസ്സിലാക്കി ഏതെങ്കിലും ഒന്നും വേണ്ടേ. വേണ്ട, കുറച്ച് കൂടുതൽ ഇട്ടാലും മതി. ഹണി ഇടുന്നത് നല്ലതാ പൊതുവാ. ഇതന്നെ കൂടെ ഒരു സ്പൂൺ ഇട്ടാൽ മതി, കുഴപ്പമൊന്നും. ഷോടയുടെ അടിപൊളിയാ. മഴക്കോളുണ്ട്, നല്ല മഴക്കോള്. ഞാൻ ഇപ്പൊ അടുത്ത കുടിക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഇവിടെ റെഡി ആയിരിക്കും. ഗുലാബ് ഗുലാബ് റോസ് മിൽക്ക്, പൂവൊക്കെ ചായയുടെ റോസ് സർബത്ത്. റോസ് സർബത്ത് നീയാണ് കൂടെ നിന്ന് വീഡിയോ സംസാരമൊക്കെ. ഐ വിറ്റ്നസ് പോലെ ഇത് ഈ വിറ്റ്നസ്സാ, ഐ വിറ്റ്നസ് പോലെ ഇത് ഈ വിറ്റ്നസ്സാ. ഇല്ല, മിൽക്ക് നിങ്ങൾ ആഡ് ചെയ്യണം. മിൽക്കിൽ ആഡ് ചെയ്ത് കുടിക്കണം. റോസ് സിറപ്പ് മാത്രം, റോസ് സിറപ്പ് മാത്രം. റോസിൻ്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് അതിൽ കളറിന് പകരം ബീട്രൂട്ട് ആണ് ഇടുന്നത്. ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ഇടുന്നില്ല. ഇപ്പം അതൊക്കെ തണുപ്പിക്കാൻ വെച്ചിരിക്കുക കുടിക്കാനായിട്ട്. കുറച്ചെടുത്ത് അടുപ്പത്ത് തന്നെ ഇറങ്ങി കുറച്ച് 2-4 സ്പൂൺ എടുത്ത് മാറ്റി തണുച്ച് കുടിച്ചേ ഓവത്തുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ദിയ. ഇത് കൂടെ സാമ്പാർ പൊടി എന്ത് കിട്ടില്ല മഴക്കോളോടുകൂടെ. സ്മൈൽ. ഇഡ്ഡലിപ്പൊടി, സാമ്പാർ പൊടി ഇതൊക്കെ ഉണ്ടെന്ന്. ഈസ് റെഡി. അതൊക്കെ ഇങ്ങനെ സംസാരിച്ച് തന്നെ കുറെ ആൾ വരുന്നുണ്ട്. ദോശപ്പൊടി, ഇഡ്ഡലി, സാമ്പാർ പൊടി. സോ റെസിപ്പി നമ്പർ 1. ഇത് ഞാൻ എൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. ഞാൻ റോസ് പെറ്റൽസിൻ്റെ കുറച്ച് പീസസ് അതിനകത്ത് ഇടും കേട്ടോ. കാരണം ഞാൻ കുടിച്ചിട്ടുള്ള വേറെ ജ്യൂസിനകത്തൊക്കെ റോസ് പെറ്റൽസിൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസസ് കിടപ്പുണ്ട്. സോ ഐ തോട്ട് ഐ വിൽ ഓൾസോ ഡു ദാറ്റ് മോഡിഫിക്കേഷൻ. സോ ആദ്യം ഒരു ഇച്ചിരി സിറപ്പ് ആഡ് ചെയ്യാൻ. ഓ ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് കളർ പ്ലീസ്. ഓക്കെ, ഞാൻ തൽക്കാലം ഇത്ര ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം എക്സ്ട്രാ. നമുക്ക് നാരങ്ങ ആഡ് ചെയ്യാം. ഐ ആം സോ എക്സൈറ്റഡ് ടു ഡ്രിങ്ക് ദിസ്, ഐ സ്വെയർ. എന്റെ ശക്തി ഒതുങ്ങുന്ന അത്രയും ഞാൻ തരുന്നത്. വെള്ളം, കോൾഡ് വാട്ടർ. സ്പൂൺ പ്ലീസ്. മിക്സ് ആവും. തണുക്കാൻ വെച്ചപ്പോൾ ഇച്ചിരി കാരമലൈസ്ഡ് ആയി. സെക്കൻഡ്. അയ്യോ, ഈ സ്പൂൺ സ്റ്റക്ക്. റോസ് പെറ്റൽസ് കുറച്ച് വൈബായിട്ടുണ്ടല്ലേ കാണാൻ. കുറച്ച് വൈബല്ലേ? Let me try it.
എൻ്റെ അമ്മോ അടിപൊളി. വാ കുടിച്ചു നോക്ക്. തന്നെ കള്ളം പറയല്ല, സത്യം പറയണം. ഞാൻ കുടിച്ചിട്ട് പറയാം. ഉള്ളത് പോലെ പറയണം. റോസ് പെറ്റൽസ് അടിപൊളി. ഇനി അശ്വിൻ പറ, ഞാൻ കള്ളമാണോ പറഞ്ഞതെന്ന് പറ. The rose petals feels good, no? Do you like it? വെടിപൊളി കേട്ടോ. എനിക്ക് കുറച്ച് ഐസും കൂടെ ആക്ച്വലി വേണം. ഐസും കൂടെ ഇട്ടാ പൊളിക്കും അല്ലേ? ഐസും കൂടെ ഇട്ടാ പൊളിക്കും. ഐസ് ഇല്ലായിരുന്നു, ഐസ് ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനല്ലേ. റെസിപ്പി നമ്പർ 1. This was the recipe number 1. റെസിപ്പി നമ്പർ 2 ലേക്ക് വരും. So recipe number 2. This is rose milk. റോസ് മിൽക്ക്. Okay. Just take a clean bowl and cut the thing that I don't like. Milk. ഒഴിക്കൂ. ഞാൻ തന്നെ ഒഴിക്കണോ? ആ. ശരി ശരി. എത്ര വേണം? ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോ. ഒരു ഗ്ലാസ്സിന് വേണ്ട അത്ര ഒഴിച്ചോ. It should be enough, no? ഒഴിച്ചോ Enough, no? ഒഴിച്ചോ. Dude, ഇതൊരു ഗ്ലാസ് അല്ല, ഒരു ബക്കറ്റായി. ഓക്കെ ഡൺ. I don't like milk. Okay, അടുത്ത നമ്മുടെ റോസ് എസൻസ് goes into the milk. പതുക്കെ ഫാൻ കൊള്ളുമ്പോൾ അത് ദൂരെ പോവും. അതാണ്, അങ്ങനെ ക്ലോസ് ആയിട്ട് വെക്കും. യെസ്. even though I don't like milk, this looks yummy. നല്ല പോലെ മിക്സ് ചെയ്ത് ആ പിങ്ക് കളർ ആവട്ടെ. മിക്സ്. കുറച്ച് പാല് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് കലക്കി എടുക്കും. എല്ലാ ബുദ്ധിയും ദിയാ കൃഷ്ണ പറഞ്ഞു തരണം അല്ലേ? അതാണ്. നല്ല പോലെ മിക്സ് ചെയ്യും. ഇരുന്നിരുന്നിരുന്ന് ഭയങ്കര ഓവർ തണുപ്പ് എക്സ്പോഷർ ആയി. Oh, look at the color. That beetroot was a big hit. അല്ലേ? ഓക്കെ, സോ ഇതാണ് അടുത്ത റെസിപ്പി നമ്പർ 2. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇത് പണ്ട് നമ്മൾ കുടിക്കും. ഇനി അടുത്ത ഇതില് 1 second, ഇനി ഇത് കുടിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്തോട്ടെ. അടുത്ത ലെറ്റ്സ് മൂവ് ഓൺ ടു റെസിപ്പി നമ്പർ 3. ദാറ്റ്സ് മൊഹബ്ബത്ത് കാ സർബത്ത്. I think this is the best recipe for this weather, no? പതുക്കെ അടുത്ത് വെച്ച് ചെയ്തോ, അല്ലെങ്കിൽ തെറിക്കി വിടും അറ്റത്തൊക്കെ. ഐസ് ഉണ്ടാക്കി പൊളിച്ചേരല്ലേ? ഐസ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ മസ്റ്റ് ആണ് ഐസ് അല്ലേ? വേറെ ഒരു ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണിത്. ഇച്ചിരി ഐസും കസകസയും നിങ്ങൾ ഇടണം. കസകസയല്ല, കസ്കസ്. I'll take a photo. The third recipe, mohabbat ka sarbat. അടിപൊളി കേട്ടോ. അത് കുറിച്ച് തീർക്കുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കണേ. അല്ല, ഞാൻ കുറച്ച് വീഡിയോയിൽ ഞാൻ ഷുഗർ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ആഡ് ചെയ്യണ്ട, അല്ലാതെ നന്നായിട്ടുണ്ട്. ഓക്കെ, ഷുഗർ ഇനി ഇതിനകത്ത് ആഡ് ചെയ്യരുതല്ലേ? പാല് ആ റോസ് മിൽക്കകത്ത് പോയിട്ട് ആ വാട്ടർ മെലൻ്റെ ആ പീസ് അകത്ത് പോകുമ്പോൾ രക്ഷയില്ല. മതി, ഇനി ഫോട്ടോ എടുക്കട്ടെ. റെസിപ്പിയും അശ്വിൻ ഗണേഷ് ഇപ്പൊ കുടിച്ച് തീർക്കും. അടിപൊളിയല്ലേ? എനിക്ക് ഇതിനൊന്ന് ബോട്ടിലാക്കി കാണണോടോ. ബോട്ടിലാക്കി കാണിച്ചു തരോ? ഓക്കെ, തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാം അല്ലേ? നമ്മളതിനെ ബോട്ടിലപ്പ് ചെയ്യാൻ കൊണ്ടുപോവുകയാണല്ലോ. ഇങ്ങ് വാ. ഓക്കെ, അപ്പം നമ്മുടെ കംപ്ലീറ്റ്ലി കൂളായ റോസ് സർബത്ത് നമ്മൾ ബോട്ടിലപ്പ് ചെയ്യാണ്.
please look at that color, that natural color. Wow, awesome. ഈ ബോട്ടിൽ ആയില്ല, ഇത് അര ബോട്ടിലേ ആയുള്ളൂ, ബാക്കി നമ്മൾ തീർത്തു. അപ്പോൾ ഇത് ഒരു ബോട്ടിൽ 200 rupees, റൈറ്റ്? 200 rupees. ഓർഡർ ചെയ്യണം എന്നുള്ളവർക്ക് നമ്മൾ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാന്നുള്ളതാണ്. അതിൽ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എന്തൊക്കെ അവൈലബിൾ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് മെസ്സേജ് ആയിട്ട് വരും അല്ലേ? അതെ. അരിക്കൊണ്ടാട്ടത്തിൽ തന്നെ മുളകിട്ട അരിക്കൊണ്ടാട്ടമുണ്ട്. അത് പുതിയ വെറൈറ്റി ആണല്ലേ? റെഡ് ചില്ലി അരിക്കൊണ്ടാട്ടം ഉണ്ട്, അല്ലെങ്കിൽ പച്ചമുളകും ഉണ്ട്. 2 വെറൈറ്റി ഉണ്ട് അല്ലേ? സോ നമ്മൾ ഈ ബോട്ടിൽ ചെയ്ത എസെൻസ് നമ്മൾ അശ്വിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. കളർ. ഓക്കെ, സോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്യൂട്ട് സ്വീറ്റ് നോൺ റൊമാൻറ്റിക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതോ ഗ്രേപ്പ് സ്ക്വാഷോ അരിക്കൊണ്ടാട്ടമോ സാമ്പാർ പൊടിയോ അല്ലെങ്കിൽ എന്താ പറയുക ദോശപ്പൊടി ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഇതിൽ ഏത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ബിലോ മെൻഷൻ നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്താൽ മതി. യു ക്യാൻ ഗെറ്റ് ടു സീ വാട്ട് ഓൾ ദേ ആർ സെല്ലിംഗ് ആൻഡ് ദ റേറ്റ് വിത്ത് ഷിപ്പിംഗ് ചാർജസ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു, ഹാപ്പി റംദാൻ. See you all soon on my next vlog. Till then,